200 പവനിലധികം സ്വർണം. കമലേശ്വരത്ത് വിശാലമായ പറമ്പിൽ നിറയെ മുറികളുള്ള വലിയ വീട്. താഴത്തെ നിലയിൽ താമസിച്ച് മുകൾ നില മുഴുവൻ വാടകയ്ക്ക് കൊടുക്കാൻ പാകത്തിന് അച്ഛൻ രാജീവ് പണിതിട്ട അതിഗംഭീരമായ വീട്. പോരാത്തതിന് സ്ത്രീധനമായി കൊടുത്ത 15 ലക്ഷത്തിന്റെ ഹോണ്ട സിറ്റി കാർ. ഇതുമാത്രമല്ല, കണക്കെടുത്താൽ തീരാത്തത്ര സ്വത്തുക്കൾ വേറെയും ഉണ്ടായിരുന്നു ഗ്രീമയുടെ പേരിൽ. സർക്കാർ ഉദ്യോഗസ്ഥനായ അച്ഛൻ മരിച്ച ശേഷം അമ്മ സജിത എല്ലാ മകൾക്കായി വിട്ടു നൽകി. എന്നാൽ 25 ദിവസത്തെ ദാമ്പത്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ തന്നെ ഉപേക്ഷിച്ചു പോയ ഗ്രീമയ്ക്ക് ഈ വീടും സ്വത്തുക്കളും ഒന്നുമായിരുന്നില്ല വേണ്ടിയിരുന്നത്, ഭർത്താവിനെ മാത്രമായിരുന്നു. ഉണ്ണികൃഷ്ണനും ഗ്രീമയുടെ ഈ കണക്കറ്റ സ്വത്തുക്കളിൽ കണ്ണുണ്ടായിരുന്നില്ല. 6 വർഷം വേർപിരിഞ്ഞു കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും തിരിച്ച് നാട്ടിലേക്ക് വരാതിരുന്ന ഉണ്ണികൃഷ്ണനെ കാണാൻ ഏറെ ആഗ്രഹത്തോടെ മരണവീട്ടിലേക്കെത്തിയ ഗ്രീമ അവിടെ നിന്നും തിരിച്ചിറങ്ങിയത് ഹൃദയം തകരുന്ന വേദനയോടെയായിരുന്നു. ഗ്രീമയുടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ വരികയോ ഫോണിൽ ഗ്രീമയുമായി ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അതിനു മുമ്പും ഗ്രീമയുമായി യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ വിവാഹം കഴിഞ്ഞ് 25-ാം നാൾ തിരിച്ച് അയർലൻഡിലേക്ക് പോയ ഉണ്ണികൃഷ്ണനെ നേരിൽ കണ്ട് വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ മരണവീട്ടിലേക്ക് പ്രതീക്ഷയോടെ എത്തിയപ്പോഴാണ് ഹൃദയം തകർക്കുന്ന രീതിയിൽ ആളുകൾക്ക് മുന്നിൽ നിന്നും സംസാരിച്ച് ഇറക്കിവിട്ടത്. PhD വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിഞ്ഞ് വെറും 25 ദിവസങ്ങൾ മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത്. തുടർന്ന് ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണത്താലാണ് അവളെ ഉപേക്ഷിച്ചതും.